അനേർട്ട് സിയു നരേന്ദ്രനാഥ് വെല്ലൂരി IFSന് വിമാന ടിക്കറ്റ് കൈക്കൂലി നൽകിയ വാർത്ത ഇന്നലെ റിപ്പോർട്ടർ പുറത്തുവിട്ടിരുന്നു. ഈ വിഷയത്തിൽ ഇപ്പോൾ ഒരു വിചിത്രവാദവുമായി മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ പാർട്ടിയുടെ നേതാവ് CH അഷ്റഫ്. പണം കടം കൊടുത്തതെന്ന് CH അഷ്റഫ് പറയുന്ന ശബ്ദ സംഭാഷണം റിപ്പോർട്ടറിന് ലഭിച്ചു. ഇവരാകപ്പാടെ പറഞ്ഞ് കുളമാക്കുമല്ലോ. വിമാന ടിക്കറ്റ് എടുക്കാൻ പണം തികയാതെ വന്നപ്പോൾ കമ്പനിയിൽ നിന്ന് പണം കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ തന്നെ ചെക്കായി തിരിച്ചു തന്നു. അടുത്തിടെയാണ് അത് മാറിയെടുത്തതെന്നും അഷ്റഫ് പറയുന്നു. റിപ്പോർട്ടർ SIT അന്വേഷണം തുടരും. പ്രതികരണമുണ്ട്, കേൾക്കാം. ഇതിപ്പോ അതായത് അന്നത്തെ പഴയ കമ്പനിയുമായി ബന്ധപ്പെട്ട് നമ്മളന്ന് പുള്ളിക്കൊരു 1,35,000 ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ഇങ്ങനെ ഷോർട്ടാന്ന് പറഞ്ഞപ്പോൾ ഞാൻ അന്ന് തിരുവനന്തപുരത്തുള്ള സമയമായിരുന്നു. ഞാൻ കമ്പനിയിൽ നിന്ന് കൊടുക്കാൻ പറഞ്ഞു, കൊടുത്തുകൊണ്ട് സത്യമാണ്. പുള്ളി എനിക്ക് അപ്പം തന്നെ ചെക്ക് എഴുതി തന്നു. ഞാൻ പിന്നെ മാറിയെടുക്കാൻ താമസിച്ചു, പയ്യെ മാറിയെടുത്തെന്നുള്ളൂ. ഞാൻ ആ ചെക്ക് മാറിയെടുത്തതിൻ്റെ നിജസ്ഥിതിയാണ് ഈ കാണുന്നത്. മാത്രമല്ല 1-ാം മാസത്തിലാണ് ചെക്ക് മാറിയെടുത്തത്. ഇന്ന് 8-ാം മാസമാണ്, ഇത് 9-ാം മാസമായി. 8 മാസങ്ങൾക്ക് മുമ്പ് ഇങ്ങനെയൊന്നും വരുന്ന പ്രതീക്ഷയല്ല നമ്മൾ ചെയ്തേക്കണത്. അപ്പം അതിൽ കാര്യമൊന്നുമില്ല. ഇന്നിപ്പോൾ പുതിയ വാർത്തയിലെ ഞാനിങ്ങനെ കൈക്കൂലി കൊടുത്തു എന്നാണല്ലോ ഇപ്പോൾ ഇന്നത്തെ വാർത്തയല്ലേ. അതിന് കാര്യമില്ല. പിന്നെ നമ്മുടെ നിങ്ങളുടെ ഈ വയനാട് ഗ്രൂപ്പിലേക്ക് കിടന്ന് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കും ഈ യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യമാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. TV പ്രസാദ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. TV പ്രസാദ്, അതും നമ്മൾ ചോർത്തിയല്ലേ? അപ്പോൾ TV പ്രസാദ്, വരുന്ന വാർത്ത അനുസരിച്ച് ഇത് കൗതുകകരമായ ഒരു കാര്യമാണ്. നരേന്ദ്രനാഥ് വെല്ലൂരിയെ പോലെയുള്ള ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ, ആ മുതിർന്ന ഉദ്യോഗസ്ഥന് രാജസ്ഥാനിലേക്ക് കുടുംബസമേതം ടൂർ പോകാനുള്ള ഫ്ലൈറ്റ് ടിക്കറ്റിന് പൈസ ഇല്ലാതെ വരും. ഉടനെ തന്നെ CH അഷ്റഫ് ഈ കക്ഷി വിളിക്കുന്നു. ഇവരുടെ ഹൈഡൽ പ്രോജക്റ്റിലെ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് ആ പണം കടം തരാൻ പറയുന്നു. അങ്ങനെ പണം കടം കൊടുക്കുന്നു. അത് പിന്നീട് അപ്പം തന്നെ ചെക്കായിട്ട് എഴുതി തന്നെ കൊടുക്കുന്നു. അത് പിന്നീട് ബാങ്കിൽ കൊടുത്ത് മാറുന്നു. എന്തൊക്കെയാണ് ഈ പറയുന്നത് TV പ്രസാദ്? പറഞ്ഞു ഒരു കുളമാക്കൂ. ഉറപ്പായും അരുൺ പറഞ്ഞതിൽ തന്നെ അതിന്റെ പോയിന്റ് ഉണ്ട് എന്നുള്ളതാണ്. ഒരു മനുഷ്യൻ കുടുംബസമേതം രാജസ്ഥാൻ പോലെയുള്ള ഒരു സ്ഥലത്തേക്ക് വിനോദസഞ്ചാരത്തിന് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്ത ആളെടുത്ത് പൈസ ഇല്ല എന്ന് പറഞ്ഞാൽ അത് ആർക്ക് വിശ്വസിക്കാൻ പറ്റും എന്നുള്ളതാണ്. അഷ്റഫ് പറഞ്ഞതിൽ തന്നെ പെശകുണ്ട് അരുൺ. 2023 ഓഗസ്റ്റ് 21-നാണ് പെരിയാർ വാട്ടർ ടൂറിസം കമ്പനി ഒഡേപെക്കിന്, സർക്കാർ സ്ഥാപനമാണ്, ഒഡേപെക്കിന് വിമാന ടിക്കറ്റ് അയക്കുന്നതിന് വേണ്ടി ഈ പണം കൈക്കൂലിയായി കൊടുക്കുന്നത്. അപ്പോൾ തന്നെ ചെക്കായി തനിക്കത് തിരിച്ചു തന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ തിരിച്ചു തന്നു എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഈ ബാങ്ക് അക്കൗണ്ട് പരിശോധിക്കുമ്പോൾ അങ്ങനെ ഒരു എമൗണ്ട് ആ ബാങ്ക് അക്കൗണ്ടിലേക്ക് തിരിച്ചു വന്നിട്ടേ ഇല്ല. കാരണം പെരിയാർ വാട്ടർ സ്പോർട്സ് കമ്പനിയാണ് കൊടുത്തത്. അങ്ങനെയെങ്കിൽ അതേ കമ്പനിയിലേക്കാണ് വരേണ്ടത്. ആ കമ്പനിയിലേക്ക് അങ്ങനെ പണം വന്നിട്ടേ ഇല്ല. മാത്രമല്ല അരുൺ, ഇതിലൊരു പ്രശ്നമുള്ളത്, അന്ന് തന്നെ ചെക്ക് തന്നു എന്നാണല്ലോ പറഞ്ഞത്. അന്ന് തന്നെ ചെക്ക് തന്നാൽ ഈടെയാണ് മാറിയത് എന്നാണ് ശബ്ദ സംഭാഷണത്തിൽ അഷ്റഫ് പറയുന്നത്. അതായത് ഈ വർഷം 1-ാം തീയതി. അങ്ങനെയാണെങ്കിൽ ഈ 1.5 വർഷത്തോളം കാലാവധിയുള്ള ചെക്ക് ഏതാണ് എന്ന കാര്യത്തിൽ വലിയ സംശയമുണ്ട്. സാധാരണഗതിയിൽ നമ്മൾ മനസ്സിലാക്കുന്നത് 3 മാസം അല്ലെങ്കിൽ 6 മാസം എന്നിങ്ങനെയാണ്. പക്ഷേ 3 മാസമാണെന്ന് തോന്നുന്നു പരമാവധി കാലാവധി. അങ്ങനെയുള്ള ആൾക്ക് എങ്ങനെയാണ് ഈ 1.5 വർഷത്തോളം ഈ ചെക്ക് സൂക്ഷിച്ചു വെച്ച് പിന്നീട് മാറാൻ കഴിയുന്നത് എന്ന കാര്യം അറിയില്ല. അങ്ങനെ മാറിയിട്ടുണ്ടെങ്കിൽ തന്നെ അതിന്റെ പണം അതിലേക്ക് വന്നില്ല. പക്ഷേ ഈ ശബ്ദ സംഭാഷണത്തോടുകൂടി ഈ അഷ്റഫിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തിന് അയച്ചു കൊടുത്ത ഒരു മെസ്സേജ് ആണ് അരുൺ. ആ സുഹൃത്താണ് നമുക്ക് ചോർത്തി തരികയും ചെയ്തത്. അത് ഗ്രൂപ്പിലേക്ക് ഇട്ട് പറപ്പിക്കാനാണ് അഷ്റഫ് പറയുകയും ചെയ്യുന്നത്. ഒരു കാര്യം നമുക്ക് വ്യക്തമാവുകയാണ്. നമുക്ക് തന്ന വിവരാവകാശ മറുപടിയിൽ നരേന്ദ്രനാഥ് വെല്ലൂരി എന്ന് വിവരാവകാശ മറുപടിയിൽ പറയുന്നില്ല. പക്ഷേ അനേർട്ടിലെ ഉദ്യോഗസ്ഥനാണ് എന്നാണ് പറയുന്നത്. അനേർട്ടിലെ ഹൈഡൽ ടൂറിസം പദ്ധതിയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ എന്നുള്ളത് അത് നരേന്ദ്രനാഥ് വെല്ലൂരിയാണ്. മാത്രമല്ല വിജിലൻസിൽ കൂടി ക്രോസ് ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഇന്നലെ ഈ വാർത്ത ആധികാരികമായി സംപ്രേഷണം ചെയ്യുകയും ചെയ്യുന്നത്. ഇന്നുണ്ടായത് കൈക്കൂലി വാങ്ങി എന്ന കാര്യം CH അഷ്റഫ് ഒന്നുകൂടി സമൂഹം മുമ്പാകെ വിളിച്ചു പറയുകയാണ് എന്നുള്ളതാണ്. ഇനിയിപ്പോൾ നരേന്ദ്രനാഥ് വെല്ലൂരിയോട് വല്ല ദേഷ്യമുള്ളത് പോലെയാണ് CH അഷ്റഫ് എന്തായാലും പെരുമാറിയിരിക്കുന്നത്. അനധികൃതമായി മാനദണ്ഡം ലംഘിച്ചാണ് CH അഷ്റഫിന്റെ പെരിയാർ വാട്ടർ സ്പോർട്സ് എന്ന കമ്പനിക്ക് ആ കരാർ, ഇഷ്ടം പോലെ കരാറുകൾ കിട്ടിയത്. ആ കമ്പനിയിൽ നിന്നാണ് 1,35,000 രൂപ കൈക്കൂലി വിമാന ടിക്കറ്റിന്റെ രൂപത്തിൽ നൽകിയത്. അതിലാണ് അതിപ്പോൾ കടം കൊടുത്തതാണ് എന്ന് വരുത്തി തീർക്കാനുള്ള വലിയ ശ്രമമുണ്ടാകുന്നത്. കമ്പനിയിൽ നിന്ന് ഒരു കാരണവശാലും അത്തരത്തിലുള്ള എമൗണ്ട് കൊടുക്കാൻ കഴിയില്ല എന്നുള്ള പ്രശ്നം നിലനിൽക്കെ തന്നെയാണ് CH അഷ്റഫ് ഇങ്ങനെ ഒരു വാദവുമായി മുന്നോട്ടേക്ക് വരുന്നത്. താങ്ക് യു TV പ്രസാദ്.